എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ വേണ്ടി മറക്കരുത്. അപ്പൊ ക്ലൈമാക്സ് എപ്പിസോഡിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിങ്കി ഇന്ദീവരം തറവാടിന്റെ പടി ഇറങ്ങാൻ പോകുന്നു. നമ്മുടെ ഇന്ദീവരം തറവാട് നമ്മുടെ പിങ്കിക്ക് ഒത്തിരി 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 ഇഷ്ടപ്പെട്ട ഒരു തറവാട് തന്നെ ആയിരുന്നു. ആ വീട്ടിൽ തന്നെ കയറി വരണമെന്നും ഗൗതമിന്റെ ഭാര്യയാകണമെന്നും ഒക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇതുവരെ നമ്മുടെ പിങ്കി പ്രയത്നിച്ചിട്ടും അതിന് ഒരു എന്താ പറയാ ആഗ്രഹത്തിനൊരു സഫലം ഉണ്ടായില്ല. നമ്മുടെ പിങ്കി പഠിച്ച പണി 18 നോക്കി. അതിനിടയിൽ നന്ദയെ ഒരുപാട് ദ്രോഹിച്ചിരുന്നു. നമ്മളൊന്ന് പുറകിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ നമുക്ക് പിങ്കിയോട് സ്നേഹമൊന്നും തോന്നില്ല. കാരണം അത്രമാത്രം ഒരു ക്രൂര സ്വഭാവമായിരുന്നു നമ്മുടെ പിങ്കിക്കുള്ളത്. ഗൗതമിന് വേണ്ടി അർജുനോട് ചെയ്ത ക്രൂരതയൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ ഇപ്പോഴും നമ്മുടെ പിങ്കിനെ സ്നേഹിക്കാൻ നമുക്ക് തോന്നില്ല. പക്ഷെ അവസാന നിമിഷത്തിൽ നമ്മുടെ പിങ്കിയോട് നമുക്ക് എന്തോ ഒരു ചെറിയൊരു സ്നേഹമൊക്കെ തോന്നും. കാരണം ആ കുഞ്ഞിനെ അത്രയ്ക്കും നോക്കിയതല്ലേ, ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞല്ല എന്ന് അറിഞ്ഞിട്ട് കൂടി അത്രയും നോക്കിയതായതുകൊണ്ട് നമുക്ക് ചെറിയൊരു, നമുക്കൊക്കെ എല്ലാവരുടെയും മനസാക്ഷിക്ക് നിരക്കുന്ന ഒരു പരിപാടിയല്ല. മനസാക്ഷി ഉള്ളവരൊന്ന് ചിന്തിക്കും. എങ്കിലും നമ്മുടെ നന്ദ തന്നെയാണ് നായിക. അപ്പം നന്ദയുടെ ആ ഒരു സൈഡല്ലേ പോസിറ്റീവായിട്ട് നിൽക്കത്തുള്ളൂ, എപ്പോഴും നെഗറ്റീവായിട്ട് നമ്മുടെ പിങ്കിയുടെ സൈഡ് നിൽക്കത്തുള്ളൂ. അപ്പൊ അതൊക്കെ അവിടെ കിടക്കട്ടെ, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഏതായാലും നാളെ നമ്മുടെ ഇന്ദീവരം തറവാടിന്റെ പടി ഇറങ്ങാൻ പോവുകയാണ്. അപ്പൊ അവിടെ ആ ഒരു പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിങ്കി തന്നെ സമ്മതിച്ചു. പിന്നെ പിങ്കി ഇത് ചങ്ക് പൊട്ടിയാട്ടോ ഇരുന്നിത് ഈ പൂജയൊക്കെ കാണുന്നത്. നമ്മുടെ ഗൗതമിനെ തന്നെ നോക്കുന്നുണ്ട്. പിങ്കി ഗൗതമിനെ കണ്ണെടുക്കാതെ നോക്കണം. അത്രമാത്രം പിങ്കി ഗൗതമിനെ സ്നേഹിച്ചിരുന്നു എന്നത് നമുക്കറിയാം. കാരണം തന്റെ അച്ഛനെ അമ്മേനെയൊക്കെ ഉപേക്ഷിച്ച് വന്നതാണ്. അപ്പൊ അങ്ങനെ വർഷപൂജ അല്ലല്ലോ, സോറി, ആ പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പൂജ നടക്കുന്നതിന്റെ ഇടയിലായിട്ട് ഈ കുട്ടിക്ക് എന്തോ ചന്ദനോ ഇതൊക്കെ അമ്മമാര് തന്നെയാണ് തൊട്ട് കൊടുക്കുന്ന കുറച്ച് എന്തൊക്കെയോ നമുക്കൊക്കെ അറിയാത്ത എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ അവിടെ നടത്തുന്നുണ്ട്. പിന്നെ അച്ഛനും അമ്മയും കൂടി ചേർന്ന് കുട്ടിയെ എന്തോ ഒരു സംഭവമൊക്കെ ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ചൊക്കെ ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നുണ്ട്, ഇതൊക്കെ ഈ സീനിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ അപ്പൊ ഈ കുട്ടി പെട്ടെന്ന് ചോദിക്കാനുണ്ട്. ഇപ്പൊ കുട്ടിക്ക് സത്യം പറഞ്ഞ കാര്യമായിട്ട് കാര്യവിവരം അറിയില്ലല്ലോ, ആഴത്തിൽ അങ്ങനെ ചിന്തിക്കാനൊരു ഐഡിയ ഇല്ലല്ലോ ഈ കുട്ടിക്ക്. അപ്പൊ കുട്ടിക്ക് നല്ല ഇതന്നെ നമ്മുടെ നന്ദുവിനും നല്ല ഗൗരിക്കും അറിയില്ല. അപ്പോഴത്തേക്കാണ് നമ്മുടെ നന്ദുമോന്, അല്ല എന്റെ അമ്മ പിങ്കി അമ്മയല്ലേ, അമ്മ എന്നത്തിനെ മാറി നിൽക്കുന്നതെന്ന് ഈ കുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇപ്പം പിങ്കി അമ്മയല്ല കൊച്ചിന്റെ ചടങ്ങ് ചെയ്യേണ്ടത്, ഇപ്പം നന്ദയമ്മയാണ് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടിയുടെ. എന്നാലും കുട്ടി വേറെ ഒന്നും തർക്കിക്കാനോ ഈ ചടങ്ങിനെ എതിർക്കാനോ അതാണ് എന്റെ അമ്മ എന്ന് പറഞ്ഞോ വാശി പിടിച്ചോ കരയുന്നോ എടുക്കുന്നോ ഒന്നുമില്ല. അങ്ങനെ ഈ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എണീക്കുന്നു. അങ്ങനെ നമ്മുടെ നന്ദ പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. പിങ്കിയോട് പറയുകയാണ്, ഒരിക്കലും പിങ്കി ഞാൻ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനോ അതുപോലെ തന്നെ നിന്റെ സ്ഥാനം പിടിച്ചു പറ്റാനോ വന്ന ഒരാളല്ല. ഞാൻ ഇവിടെ വന്നത് അത് നീ എന്റെ കാല് പിടിച്ച് കേണിട്ട് നിന്റെ കുട്ടിയുടെ കാലിന്റെ അസുഖം മാറ്റാൻ വേണ്ടി, അവനൊന്ന് നടന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അത് നിനക്കറിയാലോ. ഒരിക്കലും ഞാൻ നിന്റെ ജീവിതം പിടിച്ചെടുക്കാൻ ഞാൻ നോക്കിയിട്ടില്ല. അത് മാത്രമല്ല, എനിക്കിനി ഒരു ജീവിതം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് പോലുമില്ല. എനിക്കിനി ഒരു ജീവിതത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എന്റെ അഭിമന്യു ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് എങ്ങനെ എന്റെ കുട്ടിയെ വേറൊരാൾക്ക് തരാൻ പറ്റും? പണ്ടൊക്കെ നീ പ്രസവിച്ച ഉടനെ നീ ആ കുഞ്ഞിനെ എനിക്ക് തരാൻ ബുദ്ധിമുട്ട് കാണിച്ചിരുന്നു. കാരണം എന്താ, നീ പ്രസവിച്ചതാണ്, അതിനോട് നിനക്ക് സ്നേഹമുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ. അപ്പൊ നീ എന്റെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കി. ഇത്രയും നാളായിട്ട് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട്, എന്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് ഞാൻ കാരണം ആ കുഞ്ഞ് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തിരിച്ചു വരുമ്പോൾ എന്റെ മാനസികാവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പം നമ്മുടെ നന്ദയല്ല പിങ്കി പറയാണ്, ഇപ്പൊ വേറൊരാളെക്കാൾ കൂടുതൽ എനിക്ക് അമ്മ എന്താണെന്ന് എനിക്ക് അറിയാൻ ആയിട്ട് കഴിയുന്നുണ്ട്. അന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അന്ന് പ്രസവിച്ച ആ ഒരു ഇത്, ഞാൻ കഷ്ടപ്പെട്ട് പ്രസവിച്ചു, എന്റെ കുഞ്ഞാണെന്നുള്ളൊരു ഇത്, അത് മാത്രമാണ് അന്ന് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എനിക്കറിയാം, വ്യക്തമായിട്ട് അറിയാം ഇന്ന് എനിക്ക് ഒരു അമ്മയുടെ വേദന എന്താണെന്ന്. ഇപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന അമ്മയുടെ വേദന എന്താണെന്നും ഒരു അമ്മയുടെ വില എന്താണെന്നും എനിക്കറിയാം. എന്റെ കുഞ്ഞ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നന്ദ, അവന്റെ സ്വന്തം അമ്മയുടെ അച്ഛന്റെയും കൂടെ ജീവിക്കാനായിട്ട്, ഒരു നോക്ക് കാണാനായിട്ട്. അത് ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞതല്ലേ. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? പിന്നെ എനിക്ക് ഒരു മനുഷ്യ സ്ത്രീയുടെ ഒരു പരിവേഷം പോലും പിന്നെ ഇല്ലാതായി പോകും. അതുകൊണ്ട് ഒരിക്കലും
നന്ദ വിഷമിക്കരുത്, ഞാൻ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ് ഈ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതെന്നൊന്നും പറയുന്നില്ല, എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടു തന്നത് പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ്. പിന്നെ ഒരിക്കലും എനിക്ക് ഗൗതമിന്റെ കൂടെ ഇനി ജീവിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം, പിന്നെ എന്തിനാണ് ഞാൻ റിസ്ക് എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മിക്ക് സങ്കടം വന്നിട്ട് പിങ്കിനെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട്, മോളെ പിങ്കി, നീ ഈ വീട്ടില് എന്തൊക്കെയാണെങ്കിലും നീ ഈ വീട്ടില് ഒരാളാണ്, നീ ഇല്ലാത്ത ഇന്ദിവരം തറവാട് ഞങ്ങൾക്കൊന്നും സങ്കല്പിക്കാൻ കൂടി പറ്റില്ല. കാരണം നീയാണ് ഞങ്ങൾക്ക് ശ്വാസം നിലച്ച സമയത്ത് ശ്വാസം തന്നതും, നീ ഗൗതമിനെ ഒരുപാട് മാറ്റിയെടുത്തതും, അതുപോലെ നന്ദുമോൻ വന്നപ്പം അവനെ സ്വന്തം അമ്മയെ പോലെ നോക്കിയതൊക്കെ നീയാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് ഒരിക്കലും ഇവിടെ നിന്നൊരു എന്താ പറയാ, മറ്റുള്ളവർക്ക് നിന്നെ ആ ഒരു രീതിയിൽ കാണാനായിട്ട് കഴിയില്ല എന്ന് നീ ഇന്ദിവരം തറവാട്ടിലെ മരുമകളും മകളും ഒക്കെ തന്നെയാണ്. പോട്ടെ, മരുമകൾ അല്ലെങ്കിൽ മകള് തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ സമയത്താണെങ്കിൽ മോഹിനിയോ, എല്ലാവർക്കും സമാധാനം ആയല്ലോ ഇപ്പം. അപ്പൊ പവിത്രയും കൂടെ പറയുന്നുണ്ട് കേട്ടോ, എല്ലാവർക്കും സമാധാനം ആയല്ലോ. അപ്പൊ പിങ്കിയോട് ചെന്ന് ഇങ്ങനെ എരിവ് കയറ്റി കൊടുക്കാം മോഹിനി, എല്ലാവർക്കും സമാധാനം ആയല്ലോ മോളെ, നിന്റെ ജീവിതം അവള് തട്ടിയെടുത്തപ്പം മോള് തന്നെയല്ലേ അതിന് വഴി വെച്ച് കൊടുത്തത്. പിങ്കി എന്തിനാ നീ അവളെ കൂട്ടിക്കൊണ്ട് വന്നത്, അന്ന് നിന്റെ കഷ്ടകാലം തുടങ്ങിയതാന്ന് പറഞ്ഞപ്പം ദേ ഇനിയെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുവോ, ഇനിയെങ്കിലും നിങ്ങൾ എരുതിയിൽ ഒന്ന് എണ്ണ ഒഴിക്കാതിരിക്കുവോ, ഇത് എന്റെ ഇഷ്ടപ്രകാരം ഞാൻ എടുത്ത തീരുമാനമാണ്. അതിന് നന്ദയെ കുറ്റപ്പെടുത്താനോ അതുപോലെ തന്നെ അമ്മായിനെ കുറ്റപ്പെടുത്താനോ ഗൗതമിനെ കുറ്റപ്പെടുത്താനോ നിങ്ങൾ ആരാ? നിങ്ങൾ കൂടുതൽ എന്റെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. ഞാന് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എന്റെ മനസാക്ഷി നിരക്കുന്ന രീതിയിൽ ചെയ്ത കാര്യമാണ്. അത് മനസാക്ഷി ഉള്ളവർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ഇനിയിപ്പൊ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നന്ദയോടോ ഗൗതമിനോടോ ഒന്നും ഒരു ദേഷ്യവും ഇല്ല. ഞാൻ തന്നെ എന്റെ ജീവിതം ഇങ്ങനെയാക്കിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നല്ല ബോധ്യമുണ്ട്. ഒരിക്കലും ഒരാളുടെ ജീവിതം തട്ടിപ്പറിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഒരിക്കലും എനിക്ക് സ്വന്തമാവില്ല എന്ന് ഞാൻ വിശ്വസിക്കണമായിരുന്നു. പക്ഷെ ഇതെന്റെ ഒരു തിരിച്ചറിവും കൂടിയാണ്. ഞാൻ ഒത്തിരി റിസർച്ച് നടത്തിയിട്ടുണ്ട്. അപ്പം ഇതും ഇതുപോലെ ഒരു റിസർച്ച് ആണെന്ന് ഞാനങ്ങ് എടുത്തോളാം എന്നിങ്ങനെ പറഞ്ഞു മോഹിനിയോട്. അപ്പൊ മോഹിനി സത്യം പറഞ്ഞിട്ടുണ്ടെ അവിടെ വലിയ എരുതിയിൽ എണ്ണ ഒഴിക്കാന്നൊക്കെ വന്നിട്ട് ചീറ്റി പോയി കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ പിങ്കിയുടെ അച്ഛൻ വരികയാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ പിങ്കിയുടെ അച്ഛനെ പിങ്കി വിളിച്ചിരുന്നു. അങ്ങനെ പിങ്കിയുടെ അച്ഛനൊക്കെ ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. അങ്ങനെ പിങ്കിയുടെ അച്ഛൻ കയറി വരുന്നു. പിങ്കിയുടെ അച്ഛൻ കയറി വന്ന ഉടനെ തന്നെ ലക്ഷ്മി, ദേ മഹേശ്വരേട്ടാ പിങ്കിയുടെ അച്ഛൻ വരുന്നെന്ന് പറയുമ്പോഴത്തേക്കും മഹേശ്വരൻ ഒന്ന് ഞെട്ടിപ്പോയിട്ടോ. മഹേശ്വരൻ കയറി വാന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പൊ മാന്യ മര്യാദയായിട്ട് തന്നെയാണ് ആ മനുഷ്യനകത്ത് കയറി വരുന്നത്. അകത്ത് കയറി വരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി അച്ഛന്റെ അടുത്ത് പോയി കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പം ഈ അച്ഛനും ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടല്ലോ പുള്ളിക്കാരിയുടെ കാര്യം ഓർക്കുമ്പം. അങ്ങനെ ഈ അച്ഛനും കരയുന്നുണ്ട്. അപ്പോഴത്തേക്കും മഹേശ്വരൻ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, വിധി ഇങ്ങനെ ആയി പോയില്ലേ, ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. പിങ്കിമോള് തന്നെയാ ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്തത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ മോളെടുത്ത തീരുമാനം അത് നല്ല തീരുമാനം തന്നെയാ. എന്റെ മോളെടുത്ത ഈ തീരുമാനത്തെ ഞാൻ 100% സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. കാരണം ഇത്രയും നാൾ അവളെടുത്ത തീരുമാനം അല്ലായിരുന്നു, ഈ തീരുമാനമാണ് നല്ല തീരുമാനം. അതുകൊണ്ട് ഞാൻ എന്റെ മോളെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആ കുട്ടിയുണ്ടല്ലോ നന്ദുമോൻ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. വല്യപ്പയെന്നൊക്കെ വിളിച്ചോണ്ട് ഓടി വന്ന് ഈ പിങ്കിയുടെ അച്ഛന്റെ ഒക്കെ എടുത്ത് ഇരിക്കുകയാണ്. അങ്ങനെ ഗൗരിമോളോട് പറയാ, ഇതെന്റെ അമ്മയുടെ പപ്പയാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്താണ്. ഏതായാലും പിങ്കി ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞുകൊണ്ട് നേരെ റൂമിനകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. പിങ്കി അങ്ങനെ റൂമിനകത്തേക്ക് കയറി പോകുന്നു. പിങ്കി ഇറങ്ങി വരുമ്പോൾ ഒരു ബാഗുമായിട്ടാണ് ഇറങ്ങി വരുന്നത്. ഒരു റോളിംഗ് ബാഗുമായിട്ട് ഇറങ്ങി വരികയാണ്. അന്തം വിട്ട് കുന്തം പോലെ ആയി പോവുക. അങ്ങനെ പിങ്കി പറയാ, എനിക്ക് ഇന്ദിവരം തറവാട്ടിനോട് ഉണ്ടായിരുന്ന സ്നേഹവും അതെല്ലാം ഇപ്പോഴും ഉണ്ട്. ഇതെന്റെ തറവാട് തന്നെയാണ്. പക്ഷെ ഇനി എനിക്കിവിടെ ഒരു സ്ഥാനമില്ല. ഞാന് ഇന്ദിവരം തറവാടിന്റെ പടി ഇറങ്ങിയാണ്. ഇത്രയും വർഷക്കാലം ഞാൻ ഇവിടെ ജീവിച്ചു. എന്റെ സ്വന്തം വീട് പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആരോടും എനിക്കൊരു വെറുപ്പും വിരോധവും ഇല്ല. ഞാൻ പടി ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് അകത്തുനിന്ന് ഇറങ്ങി വരും. എല്ലാവരും അയ്യോ പിങ്കി നീ പോകരുത്, ഒരിക്കലും നീ ഇതിന്റെ പടി ഇറങ്ങി പോകാൻ പാടില്ല പിങ്കി എന്ന് പറഞ്ഞാലും നന്ദയ്ക്കും അങ്ങ് എന്തോ പോലെ ആയിപ്പോ ഇമോഷണൽ ആയി പോവാണ്. നന്ദ കാരണമാണല്ലോ എന്നൊരു ചിന്ത വരുമല്ലോ. അങ്ങനെ പിങ്കിനെ എത്രയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചാലും പിടിച്ചു നിർത്താനും നോക്കിയിട്ട് പറ്റുന്നില്ല. ലാസ്റ്റ് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ കുട്ടിയില്ലേ നമ്മുടെ നന്ദു പിങ്കിയുടെ കൈ കയറി പിടിക്കുകയാണ് കേട്ടോ. അമ്മേന്ന് വിളിച്ചോണ്ടാ പിടിക്കുന്നത്, അമ്മയെ പോകരുതേന്നും വിളിച്ചോണ്ടാ വിളിക്കുന്നത്. ഏതായാലും ആ വിളി കേൾക്കുമ്പോൾ നമ്മളും ഒരു ഇമോഷണൽ ആയി പോയിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും. ഏതായാലും പിങ്കിയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് ഉപരി ആ കുട്ടിയുടെ ഒരു മനോനിലയും കൂടി നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും സത്യമായിട്ട് സങ്കടം തോന്നും. ഇത്രയും നാളായിട്ട് സ്വന്തം അമ്മയെ പോലെ കണ്ട്, അതുപോലെ തന്നെ പിങ്കിയും അതുപോലെ തന്നെ ജീവൻ നൽകി സ്നേഹിച്ചിട്ട് ആ ഒരു വേർപാട് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. മനസ്സുള്ളവർക്ക് സങ്കടം വരും തീർച്ചയാണ്. അപ്പം ബാക്കി ബാലൻസ് കഥയുമായിട്ട് വരാട്ടെ. നമ്മുടെ കഥയുടെ ക്ലൈമാക്സ് അടുത്തു. നാളെ ക്ലൈമാക്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിങ്കി കയറിപ്പോയാൽ ഏതായാലും ക്ലൈമാക്സ് ആകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഏതായാലും ഇനിയിപ്പോ ഒരാഴ്ചയും കൂടി നമുക്ക് കഥ കാണുമായിരിക്കാം. ഏതായാലും നമുക്ക് നോക്കാം. എല്ലാവരും കാത്തിരിക്കുക. ക്ലൈമാക്സ് എപ്പിസോഡാണ്. ചിലപ്പോൾ നമുക്ക്
ഇനിയിപ്പം ശനിയാഴ്ചയോ ഞായറാഴ്ചയോ കൂടി ക്ലൈമാക്സ് എപ്പിസോഡ് ആകുമോ അറിയില്ല കേട്ടോ. നോക്കാം, നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവരും കാത്തിരിക്കാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിച്ചു നിർത്തുകയാണ്. ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്.